BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. CPI നേതാവും സിനിമാ സീരിയൽ നടനുമായ ജയൻ ചേർത്തല കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതായി സൂചന. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി നടൻ കൂടിക്കാഴ്ച നടത്തി. രാവിലെയോടെയാണ് ജയൻ ചേർത്തല KC വേണുഗോപാലിന്റെ വീട്ടിലെത്തിയത്. തന്റെ മണ്ഡലത്തിലെ MP ആണല്ലോ എന്നും അതുകൊണ്ട് ആലപ്പുഴയിലെ ചില വിഷയങ്ങൾ പറയാൻ എത്തിയതാണെന്നുമായിരുന്നു ജയൻ ചേർത്തലയുടെ പ്രതികരണം. എന്നാൽ നേരത്തെ സിനിമാ താരവും മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയത് വലിയ വാർത്തയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ജയൻ ചേർത്തലയും കോൺഗ്രസ് നേതൃത്വവുമായി അടുക്കുന്നത്. ഇതിൽ നിന്നും ആളുകൾ വിലയിരുത്തുന്നത് CPI വിട്ട് നടൻ ജയൻ ചേർത്തല കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതായാണ്. എന്നാൽ ജയൻ ചേർത്തല നേരത്തെ ആശയപരമായി ഇടതുപക്ഷത്തോട് വിയോജിപ്പുകളുണ്ടെന്ന് പരസ്യമായി പറയുകയും മാറി നിൽക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനകൾ നടത്തുന്ന പരിപാടികളിലും ഭാഗമായിരുന്നു. അതുപോലെ മുൻപ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവായ മോഹൻലാലിനെ ആദരിക്കുന്ന ചടങ്ങിന് മലയാളം വാനോളം ലാൽസലാം എന്ന പേര് നൽകിയതിനെതിരെയും താരസംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റായ ജയൻ ചേർത്തല രംഗത്തെത്തിയിരുന്നു. പാർട്ടി തത്വങ്ങളുമായി ചേർത്ത് കൊണ്ടുപോകാമെന്ന അതിബുദ്ധിയോടെയാണ് ലാൽസലാം എന്ന് പേര് നൽകിയതെന്നായിരുന്നു അന്നത്തെ വിമർശനം. എന്തായാലും നിലവിൽ CPI സഹയാത്രികനായ ജയൻ ചേർത്തലയുടെ മാറ്റം സിനിമാ രാഷ്ട്രീയ മേഖലകളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കൂടാതെ വിവിധ മേഖലകളിലെ പ്രമുഖരെ പാർട്ടിയിലേക്ക് എത്തിച്ച് കരുത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ നടത്തുന്നത് എന്നാണ് നിലവിലെ വിലയിരുത്തലുകൾ. ജയൻ ചേർത്തലയും പ്രേംകുമാറും അടക്കം UDFിലേക്ക് ചേക്കേറുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കവേ ഇപ്പോൾ KC വേണുഗോപാലിന്റെ പ്രതികരണവും എത്തിയിരിക്കുകയാണ്. പ്രേംകുമാറിനെ ചേർത്ത് നിർത്തുമെന്നും ഇടതുപക്ഷത്ത് നിൽക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ വേദനയെന്നും KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജയൻ ചേർത്തലയുടെ കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച് ചോദ്യമുയർന്നപ്പോൾ കാത്തിരുന്നു കാണാമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. അത് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുകളുടെ മനസ്സിനകത്താണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം വേദനയുണ്ടായിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വേദനയുണ്ടായിരിക്കുന്ന സാഹചര്യമുള്ളത്. പല ഇടതുപക്ഷ ചിന്താഗതിക്കാരും ആ പാർട്ടിയിൽ നിന്ന് അഭിപ്രായം പറയുമ്പോൾ ആ പറയുന്നവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നവരെ എതിർക്കുന്ന പാർട്ടി നേതൃത്വത്തിലായിട്ട് കുറേ ആളുകൾ ആ പാർട്ടിയിൽ നിന്നും മാറാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. നല്ല രീതിയിൽ തിരിഞ്ഞ് കാണുക.